ഹലോ എല്ലാവർക്കും നമസ്കാരം. ജയ്ജു സ്വാമി വീഡിയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു മണി പ്ലാന്റ് ആണ്. വേരിഗേറ്റഡ് മണി പ്ലാന്റ് എന്ന് പറയുന്നത് ഇതുപോലെ വെള്ളയും പച്ചയും നിറങ്ങളോട് കൂടി ഇലകളുള്ള ചെടിയാണിത്. ഈ ചെടി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു ചട്ടിക്കകത്താണ്. അതുപോലെ ഇതിൻ്റെ താങ്ങുതടിയായ മോസ്പോൾ ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഈ ചെടിയുടെ ചട്ടി മാറ്റി പുതിയൊരു ചട്ടിയിലേക്ക് ഈ ചെടി നടുന്നതും അതുപോലെ ഇതിൻ്റെ താങ്ങുതടിയായ മോസ്പോൾ മാറ്റി പുതിയൊരു മോസ്പോൾ സ്ഥാപിക്കുന്നതുമാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വെൽക്കം ടു ജയ്ജു സ്വാമി വീഡിയോസ്. ഈ കാണുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ മണി പ്ലാന്റിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്ലൈംബിംഗ് പോളാണ്. ചകിരി കയറും തടിയും ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. ഇതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ മണി പ്ലാന്റ് നടുവാനായി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കാണുന്ന ചെടിച്ചട്ടിയാണ്. 38 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള ഈ ചട്ടി നല്ല ഇനം പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിന് പാകമുള്ള ഒരു ട്രേ കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ ചട്ടിയുടെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം നല്ല പോട്ടിംഗ് മിക്സ് അഥവാ മണ്ണിട്ട് കൊടുക്കുകയാണ്. ഈ മണ്ണ് നല്ല ഡ്രെയിനേജ് ഉള്ളതും വളക്കൂറുള്ളതുമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കമ്പോസ്റ്റ്, മണൽ, ചകിരിപ്പൊടി, ചാർക്കോൾ എന്നിവ ചേർത്ത് ഞാൻ തന്നെ തയ്യാറാക്കിയ നല്ല ഇനം പോട്ടിംഗ് മിക്സാണ്. മണ്ണിട്ടതിന് ശേഷം ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മണി പ്ലാന്റ് വളരുന്ന ചട്ടി ഇതിലൊന്ന് വെച്ച് നോക്കാം. പഴയ ചട്ടിയിലെ മണ്ണ് പുതിയ ചട്ടിയുടെ മുകളിൽ നിന്നും ഒരു 2-3 ഇഞ്ച് താഴെ വരുന്നത് പോലെ വേണം മാറ്റി നടുവാൻ. അതിനുശേഷം നമുക്ക് ഈ മണി പ്ലാന്റിൻ്റെ ചട്ടി വളരെ ശ്രദ്ധിച്ച് മാറ്റിയെടുക്കണം. ഞാനിവിടെ ചെയ്യുന്നത് മണി പ്ലാന്റ് ചെടിയുടെ വള്ളികളും അത് വളരുന്ന മോസ്പോളും കൂടി ചേർത്ത് പിടിച്ച് ഉയർത്തിയതിന് ശേഷം സാവകാശം ചട്ടി ഇളക്കി കൊടുക്കുകയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ മണ്ണ് മുഴുവൻ ഇളകി ആകെ ചളിപൊളിയാകും. ചട്ടിയുടെ സൈഡിൽ ചെറുതായി ഒന്ന് തട്ടിക്കൊടുക്കുന്നത് നല്ലതാണ്. സൂക്ഷിച്ച് വേണമെന്ന് മാത്രം. വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ക്ഷമയോടെ വേണം ഇതൊക്കെ ചെയ്യുവാൻ. തിരക്ക് പിടിച്ച് ജഗപോകയാക്കി മണ്ണ് മുഴുവൻ പൊട്ടിപ്പോയാൽ എന്നെ കുറ്റം പറയരുത് കേട്ടോ. മണ്ണ് പൊടിയാതിരിക്കാനുള്ള ഒരു സൂത്രപ്പണി ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കണ്ടോളൂ. വളരെ സിമ്പിളായി ചട്ടിയും ചെടിയും 2 വഴിക്കാക്കിയത് കണ്ടില്ലേ? അത് വളരെ എളുപ്പമാണെന്നേ. ഇനി നമുക്ക് ഈ ചെടി പുതിയ ചട്ടിയുടെ നടുവിൽ വരുന്നത് പോലെ വെച്ചതിന് ശേഷം ചെടിയുടെ ചുറ്റിലുമുള്ള ഗ്യാപ്പിലേക്ക് ബാക്കിയുള്ള മണ്ണിട്ട് കൊടുക്കാം. ചെടിയുടെ നിലവിലുള്ള മണ്ണിൻ്റെ അതേ ലെവലിൽ വേണം മണ്ണിട്ട് കൊടുക്കുവാൻ. പകുതി മണ്ണിട്ടതിന് ശേഷം ചെറുതായി ഒന്ന് ഉറപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള മണ്ണ് കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ മണ്ണെല്ലാം ഒന്ന് ലെവൽ ചെയ്തിട്ട് സ്വല്പം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അടുത്ത സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമുക്ക് ഈ പഴയ മോസ്പോൾ ഒന്ന് ഇളക്കി മാറ്റണം. അതിനായി നമുക്ക് ഈ മണി പ്ലാന്റിൻ്റെ വള്ളികളെല്ലാം ഈ മോസ്പോളിൽ നിന്നും വേർപെടുത്തിയെടുക്കണം. കുറച്ച് ശ്രമകരമായൊരു ജോലിയാണിത്. കാരണം ഈ ചെടിയുടെ വള്ളികളെല്ലാം തമ്മിൽ ചുറ്റിപ്പിണഞ്ഞിരിക്കുകയും ഇവയുടെ വേരുകൾ ഈ മോസ്പോളിലേക്ക് പിടിച്ചിരിക്കുകയുമാണ്. നമുക്ക് സാവകാശം ഈ ചെടിയുടെ മുകളിൽ നിന്നും വള്ളികളും വേരുകളും എല്ലാം വേർപെടുത്തി താഴേക്ക് വരാം. ഇത് ചെയ്യുമ്പോൾ ചെടിയുടെ വള്ളികൾ ഡാമേജ് ആകാതെയും വേരുകൾ പൊട്ടിപ്പോകാതെയും സൂക്ഷിക്കണം. ഈ ചെടിയുടെ വള്ളികൾ ഈ മോസ്പോളിൽ ഉറപ്പിച്ചിരിക്കുന്നത് ഈ കാണുന്നത് പോലെയുള്ള ഒരു പ്രത്യേകതരം ക്ലിപ്പുകൾ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് പണി കുറച്ച് എളുപ്പമുണ്ട്. എന്നാലും സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാൻ. വള്ളികളൊക്കെ മോസ്പോളിൽ നിന്നും സേഫായി വേർപെടുത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വള്ളികളെ അവയിലുള്ള കെട്ടുകൾ അഴിച്ച് ഈ ചട്ടിയുടെ സൈഡിലേക്ക് മാറ്റിയിടാം. ഇപ്പോഴാണ് ഈ ചെടിയുടെ ശരിയായ രൂപം മനസ്സിലാവുന്നത്. ഈ ചട്ടിയിൽ വളരുന്നത് 1 അല്ല 8 ചെടികളാണ്. അടുത്തതായി നമുക്ക് ഈ പഴയ മോസ്പോൾ സാവകാശം ഊരിയെടുക്കണം. ചെടിയുടെ വേരുകൾക്ക് കേടുതട്ടാതെ വളരെ ശ്രദ്ധയോടെ വേണം ഇത് ചെയ്യുവാൻ. ഞാനിവിടെ ചെയ്യുന്നത് ഈ മോസ്പോളിൽ പിടിച്ച് സാവകാശം ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം മെല്ലെ മുകളിലേക്ക് ഉയർത്തിയെടുക്കാം. ഈ പരിപാടി ഞാൻ വിചാരിച്ചതിലും വളരെ എളുപ്പമായിരുന്നു. ഇനി നമുക്ക് ഈ മോസ്പോൾ ഇരുന്ന കുഴിയിലേക്ക് നമ്മുടെ പുതിയ മോസ്പോൾ സൂക്ഷിച്ചുറപ്പിച്ചു കൊടുക്കാം.
ചെറുതായി ഒന്ന് തിരിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താണ് ഞാനിതിവിടെ ഉറപ്പിച്ചത്. അങ്ങനെ നമ്മുടെ മനോഹരമായ പുതിയ മോസ് പോൾ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ചെടികളുടെ ചുവട്ടിലേക്ക് ഒരു ലെയർ നല്ല ഇനം പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഇൻഡോർ പ്ലാന്റ്സിന് ഉപയോഗിക്കുന്ന പ്രത്യേക ഇനം പോട്ടി മിക്സ് ആണിത്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് മണ്ണിന് പകരം സ്പാഗ്നം മോസ്, പേർലൈറ്റ് തുടങ്ങിയവയുടെ മിക്സാണ്. കൂടാതെ ഇൻഡോർ പ്ലാന്റ്സിനുള്ള പ്രത്യേകതരം വളവും ഇതിലടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ ചുവട്ടിൽ 1-2 ഇഞ്ച് കനത്തിലാണ് ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നത്. ഒട്ടും ഗ്യാപ്പില്ലാതെ ഇട്ടതിന് ശേഷം കൈകൊണ്ടൊന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ മണിപ്ലാന്റിൻ്റെ വള്ളികൾ ഓരോന്നായി ഈ പുതിയ മോസ് പോളിൽ ഉറപ്പിക്കുകയാണ്. ഇതിനായി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ ചെടികൾ ഉറപ്പിച്ചിരുന്ന ക്ലിപ്പുകൾ തന്നെയാണ്. ഇത്തരം ക്ലിപ്പുകൾ ഇല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ ഇതുപോലെയുള്ള ഗാർഡൻ വയറുകളും ഉപയോഗിക്കുന്നുണ്ട്. അലുമിനിയം കമ്പിയും പ്രത്യേകതരം റബ്ബറും ഉപയോഗിച്ചുണ്ടാക്കിയ ഇത്തരം വയറുകൾ ഇതുപോലെയുള്ള വള്ളിച്ചെടികളിൽ ഉപയോഗിക്കുവാനുള്ളതാണ്. ആവശ്യത്തിന് നീളത്തിൽ ഈ ഗാർഡൻ വയർ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ വള്ളികളെല്ലാം ഓരോന്നായി എടുത്ത് അവയെ എല്ലാം കൂടി ചേർത്ത് കെട്ടിക്കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം മുറുക്കി കെട്ടരുത്. ചെടിയുടെ വള്ളികൾക്ക് ഫ്രീ ആയി നീങ്ങുവാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഈ വള്ളികൾ ഓരോന്നായി എടുത്ത് ഈ മോസ് പോളിൽ ചെറുതായി ചുറ്റിക്കൊണ്ട് മുകളിലെത്തുമ്പോൾ നമ്മുടെ ക്ലിപ്പുകൾ ഇട്ട് കൊടുക്കാം. ഇനി ക്ലിപ്പില്ലെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ വയറോ ചരടോ കയറോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അധികം മുറുക്കാതെ കെട്ടിക്കൊടുക്കണമെന്ന് മാത്രം. അങ്ങനെ ഓരോന്നായി നമുക്ക് ഈ വള്ളികളെല്ലാം ചുറ്റി കെട്ടിക്കൊടുക്കാം. ആവശ്യത്തിന് ക്ലിപ്പുകളും വയറുകളും കയറുകളും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ മണിപ്ലാന്റിൻ്റെ എല്ലാ വള്ളികളും പുതിയ മോസ് പോളിൽ ചുറ്റി കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഈ ചെടി കാണാൻ എന്താ ഒരു ഭംഗിയല്ലേ. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇത്രയും നേരം നമ്മുടെ എല്ലാ കോപ്രായങ്ങളും സഹിച്ചും ക്ഷമിച്ചും അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ പാവം ചെടികളെ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചു കൊടുക്കണം. അതിനുശേഷം ചുവട്ടിലും നല്ലതുപോലെ നനയുന്നത് പോലെ വെള്ളമൊഴിച്ചു കൊടുക്കാം. തുടക്കത്തിൽ എന്തായി തീരുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം വളരെ നന്നായി തന്നെ അവസാനിച്ചു. ഞാൻ ഹാപ്പി, നിങ്ങളും ഹാപ്പിയായില്ലേ? ഈ മണിപ്ലാന്റും മോസ് പോളും ഈ റീപോട്ടിംഗ് വീഡിയോയും എല്ലാം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കട്ടെ. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി നാം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഇനി ഞാൻ ആദ്യം പറഞ്ഞിരുന്ന പൊടിക്കൈ ഇതാണ്. നമ്മുടെ മണിപ്ലാന്റ് ചെടികൾ വളരുന്ന ചട്ടിയിൽ നിന്നും മാറ്റാതെ നന്നാവില്ല, അല്ലെങ്കിൽ ചെടികൾക്ക് വളരുവാൻ ഇനി സ്ഥലമില്ല എന്ന അവസ്ഥയിൽ മാത്രമേ റീപോട്ടിങ്ങിനെ പറ്റി ആലോചിക്കാനേ പാടുള്ളൂ. ചെടി റീപോട്ടിംഗ് ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പെങ്കിലും ചുവട്ടിൽ വെള്ളമൊഴിച്ച് നനയ്ക്കുന്നത് നിർത്തണം. എങ്കിൽ മാത്രമേ ചെടിയുടെ ചുവട്ടിലെ മണ്ണ് ഉണങ്ങി മണ്ണ് പൊടിഞ്ഞു പോകാതിരിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ മണ്ണ് പൊടിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ഈ ചട്ടിയിലെ ചെടികളുടെ വേരുകൾ ആ മണ്ണിനെ ഉറപ്പിച്ചു നിർത്തണം. അതുപോലെ നനഞ്ഞു കുഴഞ്ഞ മണ്ണും പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്.